കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഒരു 8 വയസ്സുകാരന് പാമ്പ് കടിയേറ്റ് ദാരുണമായ ഒരു അന്ത്യമുണ്ടായ വിവരം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ഈ വേനൽക്കാലത്ത് തീർച്ചയായിട്ടും നമുക്ക് മനുഷ്യർക്ക് പോലും ചൂട് താങ്ങാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ മറ്റ് ജീവജാലങ്ങളുടെ കാര്യം പറയുകയും വേണ്ട. അവരവരുടെ ആവാസ വ്യവസ്ഥ വിട്ട് മനുഷ്യ വ്യവസ്ഥയിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നമുക്ക് എന്താണ് പാമ്പ് കടി, ഏത് തരത്തിലാണ് അങ്ങനെ ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് മരണം സംഭവിക്കുന്നത്, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിക്കാം. നമുക്ക് രണ്ട് തരത്തിലുള്ള പാമ്പുകളാണ് കൂടുതൽ, അല്ലെങ്കിൽ പാമ്പിൻ വിഷമാണ് കൂടുതലും ഉള്ളത്. ഒന്ന് ന്യൂറോടോക്സിക് എന്ന് പറയും, അതായത് നമ്മുടെ നാഡീവ്യൂഹത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള വിഷം ഉള്ള പാമ്പുകളും, അതേപോലെ തന്നെ നമ്മുടെ രക്തത്തിലേക്ക് അലിഞ്ഞ് നമ്മുടെ ഓരോ ഓർഗൻസിനെയും ബാധിക്കുന്ന രീതിയിലുള്ള ഹെമറ്റോടോക്സിക് അഥവാ രക്തത്തിലേക്ക് വ്യാപനം ഉണ്ടാകുന്ന, വിഷത്തിൻ്റെ വ്യാപനം ഉണ്ടാകുന്ന പാമ്പുകളുമാണ് ഉള്ളത്. ഈ ന്യൂറോടോക്സിക് വിഭാഗത്തിൽ വരുന്നതാണ് നമ്മുടെ രാജവെമ്പാല, ഈ കുട്ടിയുടെ മരണത്തിന് കാരണമാകുന്ന ക്രൈറ്റ് എന്ന് പറയുന്ന നമ്മുടെ വെള്ളിക്കെട്ടൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പാമ്പുകൾ. അതേപോലെ തന്നെ അണലിവർഗത്തിൽപ്പെട്ടതാണ് ഹെമറ്റോടോക്സിക്, അല്ലെങ്കിൽ രക്തത്തിലേക്ക് വ്യാപനം ഉണ്ടാകുന്ന രീതിയിൽ വിഷം ഉൽപ്പാദിപ്പിക്കുന്ന പാമ്പുകൾ. ഈ രണ്ട് വിഭാഗത്തിൽപ്പെടുന്ന വിഷമുണ്ടെന്ന് പറഞ്ഞല്ലോ, ഒന്ന് ന്യൂറോടോക്സിക്കും മറ്റൊന്ന് ഹെമറ്റോടോക്സിക്. ന്യൂറോടോക്സിക് എന്ന് പറയുന്നത് നമ്മുടെ നാഡീവ്യൂഹത്തിൻ്റെ പ്രവർത്തനത്തിനെയാണ് ബാധിക്കുന്നത്. എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാമ്പ് കടിക്കുന്നു, നമ്മുടെ ശരീരത്തിലേക്ക് ആ വിഷം ഉള്ളിൽ വരുന്നു, അത് നമ്മുടെ നാഡീവ്യൂഹത്തിൻ്റെ പ്രവർത്തനത്തിനെ മോശമായിട്ട് ബാധിക്കുന്നു. ആ സമയത്ത് എന്ത് വരുന്നു, പേഷ്യൻറ്റിന് ഒരുപക്ഷെ പെട്ടെന്ന് കണ്ണുകൾ തുറക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ അടഞ്ഞടഞ്ഞ് പോവുക, അതുപോലെ സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുക, വിഴുങ്ങുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക. ഇങ്ങനെ വന്ന് നമ്മുടെ നാഡീവ്യൂഹത്തിൻ്റെ പ്രവർത്തനം മോശമായി, നമ്മുടെ ഡയഫ്രം, ശ്വാസം എടുക്കുന്നതിനുള്ള ഡയഫ്രത്തിൻ്റെ പ്രവർത്തനമൊക്കെ മോശമായി ശ്വാസം എടുക്കാൻ പറ്റാതെ മരണം സംഭവിക്കുന്ന രീതിയിലേക്ക് പോകാം. അതേപോലെ തന്നെയാണ് ഹെമറ്റോടോക്സിസിറ്റി, അതായത് ഈ പാമ്പിൻ വിഷം ശരീരത്തിനുള്ളിൽ എത്തുന്നു, രക്തത്തിൽ കലരുന്നു, അതിനുശേഷം നമ്മുടെ ശരീരത്തിലെ രക്തം കട്ടപിടിക്കുന്നതിനുള്ള കഴിവ് കുറയുന്നു, ശരീരത്തിൽ ഇൻറ്റേർണലി ബ്ലീഡ് ഉണ്ടാകുന്നു, വൃക്കകളുടെ പ്രവർത്തനത്തിനെ മോശമായി ബാധിക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള രീതിയിൽ അങ്ങനെ പല പല രീതിയിലുള്ള എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനം മോശമാകുകയും മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷനിലേക്ക് പോവുകയും അങ്ങനെ മരണം സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളൊരു പാമ്പ് കടി ഏറ്റാൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അതിലെന്താണ് ചെയ്യേണ്ടത് എന്നതിനേക്കാൾ എന്ത് ചെയ്യരുത് എന്നുള്ളത് കൂടിയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ പണ്ട് തൊട്ടേ ചെയ്തു വരുന്ന ഒരു കാര്യങ്ങളാണ്, പലപ്പോഴും കണ്ടുവരുന്നതാണ്, പാമ്പ് കടിയേറ്റാൽ ആ ഭാഗത്ത് ഐസ് വെക്കുക, അതല്ലെങ്കിൽ ആ ഭാഗത്തൊരു എന്തെങ്കിലും ഒരു ഷാർപ്പ് ഒബ്ജക്റ്റ് കൊണ്ട് ഒരു മുറിവുണ്ടാക്കിയിട്ട് രക്തം പോകാനായിട്ട്, അതായത് പുറത്തേക്ക് പോകാനായിട്ട് അനുവദിക്കുക, അല്ലെങ്കിൽ ആ രക്തം ചിലപ്പോൾ ഒരു ചെറിയ മുറിവുണ്ടാക്കിയിട്ട് വലിച്ചെടുത്ത്, അല്ലെങ്കിൽ നമ്മൾ കൊണ്ട് വലിച്ചെടുത്ത് തുപ്പിക്കളയുന്ന രീതിയിലുള്ള പ്രവണതകൾ, അതിൽ എണ്ണ പുരട്ടുക, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ മദ്യം, ചിലപ്പോഴൊക്കെ മദ്യം കൊടുക്കുക, അല്ലെങ്കിൽ കോഫി കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെയും നമ്മളൊരു പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ ചെയ്യുവാൻ പാടുള്ളതല്ല. എന്തൊക്കെയാണ് നമുക്ക് ഒരു പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്? അതിനെ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റുന്നത് ഒരു ന്യൂമോണിക്സ് ആണ്, ഡു ഇറ്റ് റൈറ്റ് എന്ന് പറയുന്നത്. അത് ഡു ഇറ്റ് റൈറ്റ് എന്ന് പറയുന്നത് എന്താണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത്. റൈറ്റിൽ ആദ്യമായിട്ട് വരുന്നത് റീഅഷുറൻസ് എന്നുള്ളതാണ്. പാമ്പ് കടി ഏറ്റു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ, അത് വിഷമുള്ളതായിക്കോട്ടെ അല്ലെങ്കിൽ വിഷമില്ലാത്തതായിക്കോട്ടെ, അങ്ങനെ ഒരു സാഹചര്യം വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പാമ്പ് കടി ഏറ്റ വ്യക്തിയെ പരിഭ്രമിപ്പിക്കാതെ ഇരിക്കുക, അവരെ റീഅഷുർ ചെയ്യുക, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. കാരണം അവർ അമിതമായിട്ട് പരിഭ്രമിക്കുകയാണെങ്കിൽ അവരുടെ രക്തഓട്ടം കൂടും, പെട്ടെന്ന് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക്, അത് തലച്ചോറിലേക്കാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് അവയവങ്ങളിലേക്ക് രക്തം പെട്ടെന്ന് വേഗത്തിൽ ചെല്ലുവാനുള്ള സാധ്യതയുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു പാമ്പ് കടി ഏറ്റു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ എത്രയും പെട്ടെന്ന് റീഅഷുർ ചെയ്യുക, കുഴപ്പമില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. 2, ഇമ്മൊബിലൈസേഷനാണ്, അതായത് കടി കൊണ്ട ഭാഗം. സാധാരണ രീതിയിൽ പാമ്പ് കടിയൊക്കെ കേൾക്കുന്നത് നമ്മുടെ കാലുകളിലാണ്. അപ്പോൾ ആ ഭാഗം കൂടുതൽ അനങ്ങാതെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഒരു കമ്പോ അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു തടിക്കഷ്ണമോ മറ്റോ ഉപയോഗിച്ച് ആ ഭാഗത്തിനെ ഇമ്മൊബിലൈസ് ചെയ്യുക, അനങ്ങാതിരിക്കാൻ നോക്കുക. കഴിയുന്നതും ഹൃദയത്തിൻ്റെ ലെവലിലേക്ക് എത്തിക്കാതെ അത് കുറച്ചുകൂടി താഴെയുള്ള ലെവലിൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്താണോ ചെയ്യരുതാത്തത് ആ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതെ തന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക.
ചില സമയങ്ങളിൽ നമ്മൾ പണ്ട് ചെയ്യുമായിരുന്നു, ഈ കടിയേറ്റതിന് മേളിലോ അല്ലെങ്കിൽ കടിയേറ്റതിനോടൊപ്പമുള്ള ഭാഗത്ത് വരിഞ്ഞു മുറുക്കി തുണിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ട് കെട്ടിവെക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളും കഴിയുന്നതും ഒഴിവാക്കുക. ഒരു ട്രെയിൻഡ് പേഴ്സൺ ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ആ മുറിവിന് ജസ്റ്റ് മുകളിലായി ചെറിയൊരു ബാൻഡേജിങ് മെത്തഡ്, അത് ക്രേപ്പ് ബാൻഡേജ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അത് ട്രെയിൻഡ് ആണെങ്കിൽ മാത്രമേ ചെയ്യാവൂ, ഇല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. പിന്നീട് എത്രയും പെട്ടെന്ന് പേഷ്യൻറ്റിനെ ആൻറ്റി സ്നേക്ക് വിനം, ASV എന്ന് പറയും, ഈ സ്നേക്ക് ബൈറ്റിനെതിരായിട്ട് കൊടുക്കുന്ന മരുന്നാണ് ആൻറ്റി സ്നേക്ക് വിനം, അതുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക. ആ കടിച്ച പാമ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധവും ഇല്ല. കാരണം നമ്മൾ കൊടുക്കുന്നത് ആൻറ്റി സ്നേക്ക് വിനം എന്ന് പറയുന്നത് ഒരു പോളിവയലൻ്റ് ആണ്. അത് നമ്മുടെ നാട്ടിൽ പൊതുവേ കണ്ടുവരുന്ന വിഷമുള്ള അണലി, മൂർഖൻ, ശംഖുവരയൻ, ചുരുട്ടമണ്ഡലി തുടങ്ങിയ 4 ടൈപ്പ് വിഷമുള്ള പാമ്പുകളുടെ വിഷത്തിനെ, അതായത് ആ സ്നേക്ക് വെനത്തിനെ നിർവീര്യമാക്കാനുള്ള ആൻറ്റി സ്നേക്ക് വെനമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രോഗിയെ, ഒരാളെ പാമ്പ് കടിച്ചു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിന് പുറകിന് പോയി അതിനെ തല്ലിക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കൊണ്ടുവരേണ്ട സാഹചര്യമില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയെ പാമ്പ് കടി ഏറ്റു എന്ന് നമുക്ക് ഉറപ്പാക്കി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് ആ വ്യക്തിയെ റീഅഷ്വർ ചെയ്യുക, കുഴപ്പമില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ആ കടി കൊണ്ട ഭാഗം ഇമ്മൊബിലൈസ് ചെയ്യുക, ടൈറ്റായിട്ട് കെട്ടുകയോ അല്ലെങ്കിൽ അവിടെ എണ്ണയോ അല്ലെങ്കിൽ ഐസോ വെക്കുക, അത് അവിടെ മുറിവുണ്ടാക്കുക, മുറിവിൽ നിന്നും രക്തം വലിച്ചെടുക്കുക തുടങ്ങിയ ട്രഡീഷണലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഒഴിവാക്കി എത്രയും പെട്ടെന്ന് ആൻറ്റി സ്നേക്ക് വെനം ഉള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അതിനനുസരിച്ചുള്ള ചികിത്സകൾ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്.